നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ത്രസിപ്പിക്കുന്ന ജയത്തോടെ 5 മത്സരങ്ങളുടെ പരമ്പര സമനിലയിലാക്കി ഇന്ത്യ. 8 റൺസിന്റെ തകർപ്പൻ ജയമാണ് ശുഭ്മാൻ ഗില്ലും സംഘവും നേടിയത്. ഇതോടെ 5 ടെസ്റ്റുകളുടെ പരമ്പര 2-2 സമനിലയിലായി. 5-ാം ദിനം ഇംഗ്ലണ്ടിന്റെ അവസാന 4 വിക്കറ്റുകളും എറിഞ്ഞിട്ട് ഇന്ത്യ അവിസ്മരണീയ ജയം സ്വന്തമാക്കിയായിരുന്നു. 5 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് സിറാജും 4 വിക്കറ്റ് വീഴ്ത്തിയ പ്രസിദ്ധ് കൃഷ്ണയും ഇന്ത്യക്ക് അവിസ്മരണീയ വിജയം സമ്മാനിച്ചു. ഇന്ത്യ ഉയർത്തിയ 374 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇംഗ്ലണ്ടിന് അവസാന ദിനം ജയിക്കാൻ 35 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. 6-ന് 339 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനായി പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ ആദ്യ 2 പന്തുകളും ബൗണ്ടറി കടത്തിയാണ് ജാമി ഓവർടൺ തുടങ്ങിയത്. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ ജാമി സ്മിത്തിനെ വീഴ്ത്തി മുഹമ്മദ് സിറാജും മത്സരം ആവേശകരമാക്കി. പിന്നാലെ 80-ാം ഓവറിൽ ഓവർടണിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി സിറാജ് വീണ്ടും ഇന്ത്യൻ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. 11 പന്തുകൾ പ്രതിരോധിച്ച ജോഷ് ടങ്ങിന്റെ കുറ്റി 12-ാം പന്തിൽ തെറിപ്പിച്ച് പ്രസിദ്ധ് മത്സരത്തെ ആവേശ കൊടുമുടിയിലേറ്റി. പിന്നാലെ തോളിന് പരിക്കേറ്റ ക്രിസ് വോക്സ് ക്രീസിലേക്ക്. വോക്സിനെ ഒരറ്റത്ത് നിർത്തി ഗസ് ആറ്റ്കിൻസൺ ഇംഗ്ലണ്ടിനെ മുന്നോട്ട് നയിച്ചു. എന്നാൽ 86-ാം ഓവറിൽ ആറ്റ്കിൻസന്റെ കുറ്റി തെറിപ്പിച്ച സിറാജ് ഇന്ത്യക്ക് ആവേശ ജയം സമ്മാനിച്ചു. നേരത്തെ ഹാരി ബ്രൂക്കിന്റെയും ജോ റൂട്ടിന്റെയും സെഞ്ചുറികളും ഇരുവരുടെയും കൂട്ടുകെട്ടും 4-ാം ദിനം ഇംഗ്ലണ്ടിന് മത്സരത്തിൽ മേൽക്കൈ സമ്മാനിച്ചിരുന്നു. എന്നാൽ ഇരുവരെയും പുറത്താക്കി ഇന്ത്യ ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കി. ഇന്ത്യ ഉയർത്തിയ 374 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇംഗ്ലണ്ടിന് ഓപ്പണർ സാക് ക്രോളിയെ ആണ് ആദ്യം നഷ്ടമാകുന്നത്. 3-ാം ദിനത്തിലെ അവസാന പന്തിൽ മുഹമ്മദ് സിറാജ് താരത്തെ പുറത്താക്കിയായിരുന്നു. അതിനോടകം ബെൻ ഡക്കിനൊപ്പം ഓപ്പണിംഗ് വിക്കറ്റിൽ ക്രോളി 50 റൺസ് ചേർത്തിരുന്നു. തുടർന്ന് 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് എന്ന നിലയിൽ 4-ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് അർദ്ധ സെഞ്ചുറി തികച്ച ഓപ്പണർ ബെൻ ഡക്കിന്റെ വിക്കറ്റ് തുടക്കത്തിൽ നഷ്ടമായി. 83 പന്തിൽ നിന്ന് 6 ബൗണ്ടറി അടക്കം 54 റൺസ് എടുത്ത ഡക്കറ്റിനെ പ്രസിദ്ധ് കൃഷ്ണ സ്ലിപ്പിൽ കെഎൽ രാഹുലിന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് ക്യാപ്റ്റൻ ഒലി പോപ്പും ജോ റൂട്ടും ചേർന്ന് ഇംഗ്ലണ്ട് സ്കോർ 100 കടത്തി. പിന്നാലെ ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുകയായിരുന്ന പോപ്പിനെ മുഹമ്മദ് സിറാജ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി. എന്നാൽ പിന്നീട് ക്രീസിൽ ഒന്നിച്ച റൂട്ട് ബ്രൂക്ക് സഖ്യം മത്സരം ഇംഗ്ലണ്ടിന് അനുകൂലമാക്കി. 4-ാം വിക്കറ്റിൽ ഇരുവരും 195 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയതോടെ ഇംഗ്ലണ്ട് മത്സരത്തിൽ മുൻതൂക്കം നേടിയിരുന്നു. ബ്രൂക്ക് ആയിരുന്നു കൂടുതൽ അപകടകാരി. 91 പന്തിൽ സെഞ്ചുറി നേടിയ ബ്രൂക്ക് 98 പന്തിൽ നിന്ന് 2 സിക്സും 14 ഫോറും അടക്കം 111 റൺസ് എടുത്താണ് പുറത്തായത്. അതിനിടെ 35-ാം ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയുടെ പന്തിൽ ബ്രൂക്കിനെ ബൗണ്ടറി ലൈനിനരികിൽ മുഹമ്മദ് സിറാജ് വിട്ടുകളഞ്ഞത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി. വ്യക്തിഗത സ്കോർ 19-ൽ നിൽക്കുമ്പോഴായിരുന്നു സിറാജിന്റെ പിഴവ്. പിന്നീട് 92 റൺസ് കൂടി നേടിയ ശേഷമാണ് ബ്രൂക്ക് മടങ്ങിയത്. ആകാശ് ദീപിന്റെ പന്തിൽ സിറാജ് തന്നെയാണ് പിന്നീട് ബ്രൂക്കിനെ പിടികൂടിയത്. പിന്നാലെ ജോ റൂട്ട് സെഞ്ചുറി തികച്ചു. താരത്തിന്റെ 39-ാം ടെസ്റ്റ് സെഞ്ചുറിയായിരുന്നു ഇത്. 152 പന്തിൽ നിന്ന് 12 ബൗണ്ടറി അടക്കം 105 റൺസ് എടുത്ത റൂട്ടിനെ മടക്കി പ്രസിദ്ധ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി. ഇതിനിടെ ജേക്കബ് ബെതയിൽ പ്രസിദ്ധിന്റെ പന്തിൽ വമ്പൻ ഷോട്ടിന് ശ്രമിച്ച് പുറത്തായിരുന്നു.